നമസ്കാരം, എൻ്റെ പേര് വിനയൻ. എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ളൊരു കക്ക ഫ്രൈ ആണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കക്കയാണ്. ആദ്യം നമുക്കൊന്ന് ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചതച്ച മുളക്, മസാലപ്പൊടി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതിലേക്ക് വേണ്ടി ഞാൻ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ട് ഓരോന്നായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ വേവിക്കാൻ വെച്ചിരിക്കുന്ന കക്കയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി 5 മിനിറ്റ് നേരം അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഫ്രൈയിലേക്ക് ചേർക്കാൻ 2 വലിയ സവാള ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. ഉരുളി ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള അത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത്രയും ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ഞാനിത് കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് ഇടിച്ച മുളകും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി, അത് കാരണം ആവശ്യത്തിന് ഇത്തിരി ആഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒപ്പം കുറച്ച് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പൈസി ആയിട്ടുള്ള കക്ക ഫ്രൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും വരെ